Hi all, welcome to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 11, 2019 GSSC GD ഷിഫ്റ്റ് 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് വായിക്കാം. When the vegetation is altered, the animal life also changed. ഓക്കെ, നമുക്കറിയാം സെൻറ്റൻസ് ഏതിലാണ് കിടക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മുടെ സെൻറ്റൻസ് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഈ ഒരു ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച്ഡ് അല്ല വരേണ്ടത്. പോരാത്തതിന് ഇതൊരു ഹാബിച്വൽ ആക്ഷൻസും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചേഞ്ച്ഡ് അല്ല, ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ച്ഡ് ചേഞ്ചസ് ആണ് വരേണ്ടത്. When the vegetation is altered, the animal life also changes. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Question number 2. Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. The greed of human beings leads to overutilization of natural resources. ഓക്കെ, അപ്പോൾ ലീഡ്സ് ടു എന്നൊരു ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കേണ്ടത്. നമുക്ക് നോക്കാം അവിടെ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ എന്ന്. ഇവിടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഗ്രീഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ലീഡ്സ് ടു ദ റിസൾട്ട് ഇൻ സംതിങ് എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഫോം തന്നെയാണ്, ലീഡ്സ് ടു എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. Question number 3. Select the meaning of the given idiom. Piece of cake. Okay, piece of cake. Piece of cake means something very easy. Okay, piece of cake means something very easy. Question number 4. Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. The term flora is used for denote plants of a particular region or period. യൂസ്ഡ് ഫോർ ഡിനോട്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം യൂസ് ഫോർ എന്ന് പറഞ്ഞാൽ ഹാവിങ് എ സ്പെസിഫിക് പർപ്പസ് ഇൻ മൈൻഡ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? യൂസ്ഡ് ഫോർ അല്ല, ഇൻസ്റ്റെഡ് യൂസ്ഡ് ടു ഡിനോട്ട് ആണ്. ദ ടേം ഫ്ലോറ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട്. ഇതൊരു ഹാബിച്വൽ ആക്ഷൻസ് പോലെയാണ് അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് പ്ലാന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഓർ പീരീഡ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Question number 5. Select the meaning of the given idiom. A snake in the grass. Okay, നമുക്ക് ഇഡിയം കാണുമ്പോൾ തന്നെ അറിയാം എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. അതായത് ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും നമ്മുടെ അടുത്ത്, പക്ഷേ അവർ ഹിഡൻ എനിമി ആയിട്ട് ആണ് അവരുടെ ഉള്ളിൽ. ഓക്കെ, നമ്മുടെ മുന്നിൽ അവർ ഹിഡൻ ഒരു ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും അവർക്ക് നമ്മളോട്, പക്ഷേ ഉള്ളിൽ അവർ നമ്മുടെ ഹിഡൻ എനിമി ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ എ ഹിഡൻ എനിമി എന്നുള്ള മീനിങ് ആണ് എ സ്നേക്ക് ഇൻ എ ഗ്രാസ് എന്ന് ഇഡിയം മീൻ ചെയ്യുന്നത്. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വി ഷുഡ് ടേക്ക് ഡാഷ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് റിക്കറൻസ് ഓഫ് സച്ച് ഇൻസിഡൻസ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? റീപ്ലേസ് ചെയ്യുക. അതെന്തായാലും ഇവിടെ ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ല. ദെൻ എഫക്റ്റീവ്, ഹാവിങ് ഗുഡ് റിസൾട്ട് എന്നൊരു മീനിങ് ആണ്. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. വി ഷുഡ് ടേക്ക് എഫക്റ്റീവ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് റിക്കറൻസ് ഓഫ് സച്ച് ഇൻസിഡൻസ്. ഓക്കെ, കാഷ്വൽ എന്ന് വെച്ചാൽ എന്താ? റിലാക്സ്ഡ് ഓർ അൺകൺസേൺഡ് എന്നുള്ള മീനിങ് ആണ്. ദെൻ പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ കറക്റ്റ്ലി. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നിരിക്കുന്നത് എഫക്റ്റീവ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഇങ്ങനെ വരും: വി ഷുഡ് ടേക്ക് എഫക്റ്റീവ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് റിക്കറൻസ് ഓഫ് സച്ച് ഇൻസിഡൻസ്. Question number 7. Select the antonym of the given word. ഓക്കെ, ഓപ്പോസിറ്റ് മീനിങ് ആണ് ഇല്ലിസിറ്റ്. ഇല്ലിസിറ്റ് മീൻസ് എന്താണ്? ലോഫുൾ ആണ് അല്ലേ? സോ അൺലോഫുൾ ആണ് ഇല്ലിസിറ്റ് എന്ന് വെച്ചാൽ. സോ എൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ലോഫുൾ. ഓക്കെ, ഇല്ലിസിറ്റ് മീൻസ് ലോഫുൾ ആണ്. ഓക്കെ, സോ എൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ലോഫുൾ. Question number 8. Select the word which means the same as the group of words given. A sentimental longing or wistful affection for a period in the past. അതിന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നൊസ്റ്റാൾജിയ ആണ്
എ സെൻറ്റിമെൻ്റൽ ലോങ്ങിങ് ഓർ വിസ്ഫുൾ അഫെക്ഷൻ ഫോർ എ പീരീഡ് ഇൻ ദി പാസ്റ്റ് എന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാർമണി എന്താ നമുക്കറിയാം അല്ലേ, ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഇതിനാണ്. ദെൻ അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എ പെയിൻ എന്നൊരു മീനിങ് ആണ് അഫ്ലിക്ഷൻ. ദെൻ പാരഡൈസ്, ഒരു ഐഡിയൽ സ്റ്റേറ്റ്, ഒരു ഐഡിയൽ പ്ലേസ്, ആ ഒരു മീനിങ് ആണ് പാരഡൈസിനുള്ളത്. സോ എ സെൻറ്റിമെൻ്റൽ ലോങ്ങിങ് ഓർ വിസ്ഫുൾ അഫെക്ഷൻ ഫോർ എ പീരീഡ് ഇൻ ദ പാസ്റ്റ് മീൻസ് നൊസ്റ്റാൾജിയ. സെലക്ട് ദി ആൻറ്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. തന്നിരിക്കുന്ന വേർഡിൻ്റെ ആൻറ്റോണിം. അബണ്ടൻറ്റ്. ഓക്കെ, പ്ലെൻറ്റിഫുൾ എന്നുള്ള മീനിങ് ആണ് അബണ്ടൻറ്റിനുള്ളത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് സ്കേഴ്സ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. ആൻറ്റോണിം ഓഫ് അബണ്ടൻറ്റ് ഈസ് സ്കേഴ്സ്. Question number 10. Select the most appropriate word to fill in the blank. Dense mangroves are common varieties with roots submerged dash water. Okay, അതായത് ഡെൻസ് മാൻഗ്രോവ്സിൻ്റെ റൂട്ട്സ് നമ്മൾ എന്തിലാണ് സാധാരണ, അത് വെള്ളത്തിനടിയിലല്ലേ, അണ്ടർ വാട്ടർ ആണല്ലേ. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ആണ്. ഓക്കെ, ഡെൻസ് മാൻഗ്രോവ്സ് ആർ കോമൺ വെറൈറ്റീസ് വിത്ത് റൂട്ട്സ്. അതിൻ്റെ റൂട്ട്സ് എവിടെ സബ്മേർജ് ചെയ്തേക്കണേ, അണ്ടർ ദി വാട്ടർ. ഓക്കെ, നമുക്ക് ബിസൈഡ് എന്താണെന്നറിയാം, അരികെ, അറ്റ് ദി സൈഡ് ഓഫ് എന്ന മീനിങ് ആണ്. ഓവർ എന്ന് വെച്ചാൽ മുകളിൽ അല്ലേ. ഇനി ബിഹൈൻഡിന് ഫാർ അവേ, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഹിഡൻ എന്നൊരു മീനിങ് ആണ് ബിഹൈൻഡിനുള്ളത്. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി അണ്ടർ ആണ്. Question number 11. In the following passage, some words have been deleted. Fill in the blanks with the help of the alternatives given. Select the most appropriate option for each number. അപ്പോൾ നമുക്ക് ആദ്യം പാസേജ് ഒന്ന് നോക്കാം. Can you dash a world without human beings? Who but humans dash have utilized the resources and created a dash and cultural environment. The people living in a country are important to dash the economy and the society. They dash are the greatest resource. അപ്പോൾ നമുക്കിനി ഓരോ ബ്ലാങ്ക് ഫില്ല് ചെയ്ത് പോവാം. Can you dash a world without human beings? ഓക്കെ, ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ റിയലൈസ്, ഓപ്ഷൻ ബി ഫിഗർ, ഓപ്ഷൻ സി ഡിവൈസ്, ഓപ്ഷൻ ഡി ഇമാജിൻ. അതായത് നമുക്കറിയാം പാസേജ് പറയുന്നത് എന്തിനെ പറ്റിയാണ്, എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ പറ്റിയാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാൻ യു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ ഇമാജിൻ ആണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത്. ക്യാൻ യു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ഹ്യൂമൻ ബീങ്സ് ഹു ബട്ട് ഹ്യൂമൻസ് ഡാഷ് ഹാവ് യൂട്ടിലൈസ്ഡ് ദ റിസോഴ്സസ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 4 ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് കുഡ് ആണ്. ഓക്കെ, ഷോയിങ് പാസ്റ്റ് എബിലിറ്റി. ഹു ബട്ട് ഹ്യൂമൻസ് കുഡ് ഹാവ് യൂട്ടിലൈസ്ഡ് ദ റിസോഴ്സസ് ആൻഡ് created a dash and cultural environment. Who created and created, these humans created a എന്ത് എൻവയോൺമെൻറ്റ് ആയിരിക്കണം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അതായത് സോഷ്യൽ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു സൊസൈറ്റി ആണ്. കമ്മ്യൂണൽ എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ദെൻ ജനറൽ എന്ന് വെച്ചാൽ എന്താ, ഓൾ എല്ലാവരെയും അല്ല, ജനറലി നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ കണ്ടെയ്ൻസ് ഓൾ. ഓക്കെ, ഫെമിലിയർ എന്ന് വെച്ചാൽ ബി ഫെമിലിയർ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് സോഷ്യൽ ആണ്. ക്രിയേറ്റഡ് എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. The people living in a country are important to dash the economy and the society. The people living in a country are important to, options okay, option A evolve, option B develop, option C mature, option D establish. ഏതാണ്, the people living in a country are important to develop the economy and the society. They dash are the greatest resources. Options നോക്കാം. A itself, B themselves, C yourselves, D ourselves. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദേ തന്നിട്ടുണ്ടെങ്കിൽ themselves, itself വന്നത് ഇറ്റിന്, yourselves വന്നത് യുവിന്, ourselves വന്നത് വി us. ഓക്കെ, സോ they themselves are the greatest resource. Question number 16. Select the word which means the same as the group of words given. Violation of something holy or sacred. നമ്മൾ അതിന് പറയണയാണ് sacrilege. ഓക്കെ, വയലേഷൻ ഓഫ് സംതിങ് ഹോളി ഓർ സേക്രഡ് എന്ന് പറയണതാണ് സേക്രിലേജ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സെലക്ട് ദി സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. നമുക്ക് വേർഡ് നോക്കാം. ഐസൊലേഷൻ ആണ്. ഇറ്റ്സ് സിനോണിം ഈസ് സെപ്പറേഷൻ. ഓക്കെ, ഐസൊലേഷൻ
എന്ന് വെച്ചാൽ ലോൺലിനെസ് അല്ലെങ്കിൽ എന്താണ് സെപ്പറേഷൻ. ഓക്കെ, ആ ഒരു മീനിങ് ആണ് എലോൺ, ആ ഒരു മീനിങ് ആണ് ഐസൊലേഷൻ ഉള്ളത്. സോ അതിൻ്റെ സിനോണിം ഇവിടെ സെപ്പറേഷൻ ആണ്. Question number 18. Identify the segment in the sentence which contains the grammatical error from the given options. Concern above rising population led to the launch of various action plans. Concern above അല്ല അല്ലേ? കൺസേൺ എബോവ് മീൻസ് അറ്റ് എബോവ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എപ്പോഴാണ്? ഒരു ഹയർ ലെവൽ, അറ്റ് എ ഹയർ ലെവൽ എന്നൊരു മീനിങ് ആണ് അല്ലേ? ഇവിടെ എന്തിനെ പറ്റിയാണ്? റൈസിങ് പോപ്പുലേഷനെ പറ്റിയാണ്. കൺസേൺ അബൌട്ട് റൈസിങ് പോപ്പുലേഷൻ ലീഡ് ടു ദി ലോഞ്ച് ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ്. സോ അവിടെ എബവ് അല്ല, എബൌട്ട് പ്രപ്പോസിഷനാണ് വരേണ്ടത്. ഓക്കെ, എബൌട്ട് അല്ല, എബൌട്ട് ആണ് വരേണ്ടത്. കൺസേൺ അബൌട്ട് റൈസിങ് പോപ്പുലേഷൻ ലെഡ് ടു ദി ലോഞ്ച് ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ്. സോ ഇവിടെയാണ് ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. Question number 19. Select the wrongly spelled word. Okay, 90, neither, noticeable, necessary ആണ് wrongly spelled word. ഒരു സി എ ഉള്ളൂ. ഓക്കെ, NECESSARY ആണ് necessary. Question number 20. Select the most appropriate word to fill in the blank. The house remained dash for a long time. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ evicted ആണ് അല്ലേ? evicted എന്ന് വെച്ചാൽ to expel someone from a property. ഓക്കെ, അതല്ല. ദെൻ ഓപ്ഷൻ ബി empty, അത് നമുക്കറിയാം. ദെൻ വേക്കൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നോട്ട് ഒക്യുപ്പൈഡ്. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത് വേക്കൻറ്റ് ആണ്. ദ ഹൗസ് റിമൈൻഡ് വേക്കൻറ്റ് ഫോർ എ ലോങ് ടൈം. Question number 21. Select the wrongly spelled word. Sacrifice correct spelling, sanctity correctly spelled, schedule correctly spelled, and salary is wrongly spelled SALARY. Okay. Question number 22. Identify the segment in the sentence which contains the grammatical error from the given options. Most of the freshwater lake in India are in the Himalayan region. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന വേർബ് ഏത് ടെൻസിലാണ്? ഏത് ഫോമിലാണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുപോലെ തന്നെ ഇത് പ്ലൂറൽ ഫോമിലാണ്. നമുക്കറിയാം സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് അനുസരിച്ച് വേർബ് പ്ലൂറൽ ആവണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റും പ്ലൂറൽ ആവണം. സോ ലേക്ക് അല്ല, ലേക്സ് ആണ് വരേണ്ടത്. മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ഇന്ത്യ ആർ ഇൻ ദി ഹിമാലയൻ റീജിയൻ. സോ ഓപ്ഷൻ ഡി ആണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഭാഗം. Question number 23. Select the most appropriate word to fill in the blank. The elephants are the most majestic animals dash the mammals. Okay, ഇപ്പോൾ താഴെ നമുക്ക് 4 പ്രപ്പോസിഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത് എമങ് ആണ്. ഓക്കെ, അതായത് ഒരു ലാർജസ്റ്റ് വിഭാഗത്തിനിടയിൽ എമങ്. അപ്പോൾ ദ എലിഫൻസ് ആർ ദി മോസ്റ്റ് മജസ്റ്റിക് ആനിമൽസ് എമങ് ദി മാമൽസ്. Question number 24. Select the synonym of the given word. Integration. Integration means unification. Okay, so option C ആണ്. Integration means unification. Question number 25. Identify the segment in the sentence which contains the grammatical error from the given options. Rivers has been of primary importance for human settlements since ancient times. നമ്മുടെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ഫോമിലാണ്. അപ്പോൾ വേർബും പ്ലൂറൽ ഫോമിലാണ് വേണ്ടത്. സോ ഹാസ് അല്ല, ഹാവ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. റിവേഴ്സ് ഹാവ് ബീൻ ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് സിൻസ് ഏൻഷ്യൻ ടൈംസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. സോ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് മാർച്ച് 11, 2019 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷിഫ്റ്റ് 3 പാർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സും ക്ലാരിഫിക്കേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ താങ്ക് യു.